ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 21st എഡിഷൻ, അതായത് 2026 ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 20th എഡിഷൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും വന്നു. റിസൾട്ട് വന്നു. 69% കഴിഞ്ഞ വർഷത്തെ, അതായത് എയ്ബ് 20th എഡിഷൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പതിവിലും വെച്ച് നല്ല ടഫായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു എയ്ബ് 20th എഡിഷൻ്റെ. ഇതിൽ ഒരുപാട് പേര് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് വളരെ നേരത്തെ ആയിട്ട് എയ്ബ് 21st എഡിഷൻ നോട്ടിഫിക്കേഷനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തു. അതായത് എയ്ബ് 20th എഡിഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ഒപ്പം തന്നെ എയ്ബ് 21st എഡിഷൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷെഡ്യൂളും വിട്ടു. അപ്പോൾ സാധാരണ നമുക്കറിയാം എല്ലാ വർഷവും ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ഡിസംബറിൽ പരീക്ഷ നടക്കാറാണ് ചെയ്യുന്നത്. ഇത്തവണ വളരെ നേരത്തെ ജാനുവരി മാസത്തിൽ തന്നെ എന്ത് ചെയ്തു, നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമുക്ക് എയ്ബ് 21st എഡിഷൻ്റെ നമുക്ക് ആ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഡേറ്റ്, അപ്ലിക്കേഷൻ ഡേറ്റ്, എക്സാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എയ്ബ് 21st എഡിഷൻ്റെ ഷെഡ്യൂൾ, ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ. ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് ജൂൺ 7 ജൂൺ 7 ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത്. ആപ്ലിക്കേഷൻ ഫെബ്രുവരി 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 11 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏപ്രിൽ 30 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഫെബ്രുവരി 11 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ 30 എന്ത് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ജൂൺ 7 എക്സാമും ഷെഡ്യൂൾ. അപ്പോൾ ഇത് ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഡേറ്റിൽ തന്നെ നടക്കാനാണ് സാധ്യത. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് ഉണ്ടായാലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്താണ്, എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതണം. 5 സെമ്മും അല്ലെ 5 വർഷവും 3 വർഷവും പരീക്ഷകൾ ഒരുപാട് എഴുതി, ഇനി പരീക്ഷ എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ എല്ലാവരും മേളിലുണ്ട്. നമുക്കറിയാം, നമ്മൾ LLB ഡിഗ്രിയൊക്കെ പാസ്സായി കഴിഞ്ഞ് നമ്മൾ ഒരു ബാർ കൗൺസിലായിട്ട് എൻറോൾ ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ പഠിച്ചതാണെങ്കിൽ കേരള ബാർ കൗൺസിലായിട്ട് എൻറോൾ ചെയ്തു. ആ എൻറോൾ ചെയ്ത് കിട്ടുന്ന എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ എൻറോൾമെൻറ്റാണ്, ഒരു താൽക്കാലിക എൻറോൾമെൻറ്റാണ്. ഈ താൽക്കാലിക എൻറോൾമെൻറ്റ് സ്ഥിരമാവണമെങ്കിൽ നമ്മൾ ഈ എയ്ബ് പരീക്ഷ പാസ്സാവണം. അതായത് നമ്മുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് കിട്ടുന്ന പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അത് ഒറിജിനൽ ആവണമെങ്കിൽ നമ്മൾ എയ്ബ് പരീക്ഷ പാസ്സാവണം. അതായത് നമ്മൾ എൻറോൾ ചെയ്ത് 2 കൊല്ലത്തിനുള്ളിൽ എയ്ബ് പാസ്സാവണം. എൻറോൾ ചെയ്ത് 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും എയ്ബ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് COP എന്ന് പറഞ്ഞൊരു സാധനം ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്ത്യയിലുള്ള എവിടെ ട്രൈബ്യൂണൽസ്, കോടതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോയി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഈ എയ്ബിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. 3500 രൂപയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. SC/STക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു PWDക്ക് തന്നെ എന്ത് റിലാക്സേഷൻ ഉണ്ട്. എയ്ബ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ബുക്ക് പരീക്ഷയാണ്. ഓപ്പൺ ബുക്ക് എക്സാമാണ്. ഓപ്പൺ ബുക്ക് എക്സാം ആണെന്ന് വെച്ച് നിങ്ങൾ ആരും എന്ത് എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് അത്യാവശ്യമൊക്കെ ബെയർ ആക്റ്റൊക്കെ വായിച്ചിട്ട് ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എയ്ബ് 20th എഡിഷൻ എഴുതിയവർക്ക് പ്രത്യേകിച്ച് അത് അറിയാം. അപ്പോൾ ഈ എയ്ബ് നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാമാണ്. OBC കാൻഡിഡേറ്റ്സിന്, ജനറൽ OBC കാൻഡിഡേറ്റ്സ് 45% മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. അതായത് 100 മാർക്കിലാണ്. 100ൽ 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാസ്സാവും ജനറൽ OBC കാൻഡിഡേറ്റ്സിന്. ഈ SC/ST ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40% മാർക്ക്, 100ൽ 40 മാർക്ക് മതി എന്ത് ചെയ്ത് പാസ്സാവാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ, ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ. ഫെബ്രുവരി 11 ആപ്ലിക്കേഷൻ തുടങ്ങും. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30, ജൂൺ 7 എക്സാമിൻ്റെ ഷെഡ്യൂൾ. ഇനി ഇത് ആർക്കൊക്കെ എഴുതാൻ സാധിക്കും? ഇപ്പോൾ ഇത്രയും നേരത്തെ ഒന്നും പൊതുവെ വന്നിട്ടില്ല എക്സാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ആർക്കൊക്കെ എഴുതാൻ സാധിക്കും? അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏപ്രിൽ 30 വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും? ഒന്ന്, ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസ് വിത്തൗട്ട് ബാക്ക്ലോഗ്സ് ഇൻ പ്രീവിയസ് സെമസ്റ്റർ. ഇപ്പോൾ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പം നിലവിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് 1 തൊട്ട് 5 സെമ്മ് വരെ, ഇപ്പോൾ 3 ഇയർ ആണെങ്കിൽ 1 തൊട്ട് 5 സെമ്മ് വരെ, 5 ഇയർ ആണെങ്കിൽ 1 തൊട്ട് 9 സെമ്മ് വരെ, ഈ സെമ്മ് വരെ സപ്ലികളൊന്നും ഇല്ലെങ്കിൽ, സപ്ലിമെൻ്ററി ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ വരുന്ന എയ്ബ് 21st എഡിഷൻ്റെ എക്സാം എഴുതാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് LLB ഡിഗ്രി ബട്ട് ഹാവ് നോട്ട് ഒബ്റ്റെയിൻഡ് LLB ഡിഗ്രി പാസ്സായി പക്ഷേ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ എയ്ബ് 21st എഡിഷൻ, അത് എയ്ബ് 2027 26 എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. പിന്നെ ദോസ് ഹു ഹാവ് പാസ്ഡ് ഔട്ട് ഒബ്റ്റെയിൻഡ് ഡിഗ്രി ബട്ട് ഹാവ് നോട്ട് എൻറോൾ
പാസ്സാവുകയും ചെയ്തു, അവർക്ക് ആ ഡിഗ്രി പാസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടുകയും ചെയ്തു, പക്ഷേ എൻറോൾ ചെയ്തിട്ട് അങ്ങനെയുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ എയ്ബ് 21st എഡിഷൻ അപ്ലൈ ചെയ്യാം. പിന്നെ ഹാവിങ് എൻറോൾഡ് ആൻഡ് ഹാവ് സറണ്ടർ ദെയർ എൻറോൾമെൻറ്റ്സ് എൻറോൾ ചെയ്തു, പിന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്തവർക്ക് അവർക്ക് തിരിച്ച് പ്രാക്ടീസിലേക്ക് ഇറങ്ങണം, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ എയ്ബ് 21st എഡിഷൻ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്താൻ പറ്റും. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറോൾ ചെയ്ത് 2 കൊല്ലത്തിൽ എയ്ബ് പാസ്സാണ്. എയ്ബ് പാസ്സായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് 2 വർഷം വരെ പറ്റും, ആ 2 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് എയ്ബ് പാസ്സാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയ്ബ് പാസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. 2009-10 കാലഘട്ടത്തിലാണ് ഈ എയ്ബ് എന്ന് പറഞ്ഞൊരു പരീക്ഷ പറഞ്ഞാൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്. 2010 തൊട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റി എയ്ബ് എഴുതിയാൽ മതി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വല്ലാത്തൊരു സമയത്താണ് ഈ പരീക്ഷ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വരുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ ഫൈനൽ സെമ്മിലൊക്കെ പഠിക്കുന്നവർ, ഫൈനൽ ഇയറിലൊക്കെ പഠിക്കുന്നവർക്ക് എഴുതാൻ സാധിക്കുമോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് വെക്കാം. എലിജിബിലിറ്റി ഓഫ് ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻസ് വിത്തൗട്ട് ബൈ, ഞാൻ പറഞ്ഞു ഫൈനൽ സെമ്മിൽ പഠിക്കുന്ന കുട്ടികൾ 3 ഇയർ ആണെങ്കിൽ 6th സെം, 5 ഇയർ ആണെങ്കിൽ 10th സെം. ഓക്കെ, ആദ്യത്തെ 1 തൊട്ട് 5 വരെയും 1 തൊട്ട് 9 വരെയും ഒരു തരത്തിലുള്ള ബാക്ക്ലോഗ്സ് ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. Candidates currently in their final semester, candidates finally in their final semester of a 3-year or 5-year LLB degree course studying in a Bar Council of India recognized university are eligible to apply for AIB. Okay, their previous സെമസ്റ്ററിൽ ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടാവരുതെന്നാണ് ഇത് നിർബന്ധമായി പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന ആൾക്കാർ ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കണം. ഓക്കെ, ആ അണ്ടർടേക്കിംഗ് ഞാൻ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അല്ലെങ്കിൽ ഞാനത് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സ് ഞാൻ അപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ സിലബസും ഈ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഡിസ്കഷൻ ക്ലാസ്സുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ആരും ചാടിക്കയറി ഇപ്പോൾ അപ്ലൈ ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ അവസാനം വരെ, ഏപ്രിൽ 30 വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിനും 3500 രൂപയും, SC ST കാൻഡിഡേറ്റ്സിന് 2500 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഫീസ് കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യാം, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയ്ബ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പാസ്സാവേണ്ട ഒരു പരീക്ഷയാണ്, ഓപ്ഷണലല്ല, മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പാസ്സാവേണ്ട ഒരു പരീക്ഷയാണ്. പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻറോൾ ചെയ്ത് ആ 2 കൊല്ലത്തിനുള്ളിൽ എയ്ബ് പാസ്സായാൽ മതി. ഓക്കെ, ഇപ്പം തന്നെ എയ്ബ് എഴുതണം നിർബന്ധമൊന്നുമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എയ്ബ് എഴുതണം നിർബന്ധമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ എയ്ബ് 20th എഡിഷൻ എഴുതിയ കുറച്ച് പേര് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യുക, അവരെ സംബന്ധിച്ചോളം ഇത് പെട്ടെന്ന് വന്നു, അവർക്കൊരു അനുഗ്രഹമാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണ്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. താങ്ക് യു.